ധർമ്മപ്രമാണം. ധർമ്മപ്രമാണ വ്യൂവേഴ്സുக்கு ഒരിക്കൽ സ്വാഗതം. வாத்தியார் சில இடத்துல சாஸ்தாபிரீதிக்கு காசை கொடுத்து ஆளை கூட்டின்னு வந்து சுவாமி அள வைக்கிறான். இது சரிதானா சார்? இப்போது இந்த காசை கொடுத்து சுவாமி இழகிறதுக்கு வேண்டி ആൾക്കാരെ കൂട്ടിയിട്ട് വരാം, ഇതെല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്ന കാലത്തിൽ എല്ലാം ഒരു തെറ്റാന കാര്യമാക്കും. ജനങ്ങളെ നമ്മൾ ഏമാത്രം മാരിയാക്കും. ആദ്യമേ ചൊല്ലിക്കറാൻ ധർമ്മപ്രമാണത്തോട് വീഡിയോ பார்க்கப்பட்ட எல்லா ശ്രോതാക്കളും ரொம்ப நன்னா இந்த வீடியோஸை வந்து ஃபாலோ பண்ணுறாள். ഒരുപാട് പേருக்கு நீங்கள் ஷேர் பண்ணுறாள். இதுக்கு முன்னாடி ஒரு வீடியோவில் നമ്മൾ அந்த சாஸ்தாபிரதிக்கு சுவாமி இழகிட்டு வரா. അപ്പോൾ അതെല്ലാം തെറ്റാന കാര്യം அந்த വീഡിയോയിൽ വ്യക്തமாக ചൊല്ലിയിരുന്നോ. அந்த വീഡിയോ பார்க்காதவ വീഡിയോ ഒന്ന് പാരുങ്കോ. ശാസ്താപ്രതി ഇല്ല സ്വാമി വരവ് ചൊല്ലിയിട്ടൊരു എപ്പിസോഡിലേക്ക് അത് നമ്മൾ ചൊല്ലിയിരിക്കും. அந்த സ്വാമി ഇളകുന്നത്. അപ്പോൾ പാലക്കാട്ടിലെ ഇപ്പോൾ ശാസ്താപ്രതികൾ നിറയെ അഗ്രഹാരങ്ങൾ കഴിഞ്ഞാൽ വെള്ളം നമ്മ വീഡിയോ ഫോളോ பண்ணப்பட்டவா நிறைய பேர் இந்த சுவாமி அதான் சுவாமி இழகுவாளை அவளை வந்து வாட்ச் பண்ணியிருந்த ஆளாம். അപ്പോൾ അതിൽ நிறைய பேர் அந்த சுவாமி இழகப்பட்டவா ശരിயான നിത്യകർമാനുഷ്ഠാനമേ ഇല്ലാത്തവാളാം. അപ്പോൾ അവ வந்து ഒരുപാട് ഷോ കാണിക്കണം. ഇളനീരെ കുടിക്കരുത്, അപ്പോൾ ഓരോരുത്തരെ കൂപ്പുறது, എന്നോട് കാര്യമെല്ലാം നടക്കും ചൊല്ലത്. അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ ഏമാത്രമാക്കുന്നുള്ളത് நம்ம வீடியோ தர்மப்பிரமாணம் ஃபாலோ பண்ணுறவங்களுக்கெல்லாம் தெரிஞ்சு இது நாடகமாக்கம் அவர் കളിக்கிறது முழுவதும் தெரிஞ்சு. அப்படி நம்ம வீடியோ வந்து நிறைய பேர் ஷேர் பண்ணி எல்லாருக்கும் கொடுத்தா ஜனங்களுக்கு இப்போ கொஞ்சம் இது இப்படியெல்லாம் காட்டுறது வந்து തെറ്റാன കാര്യമാക്കുന്നുള്ളത് ബോധ്യമായിരിക്കും. അപ്പോൾ அந்த சாஸ்தாபிரதியில் அந்த சுவாமி இழகப்பட்டவனை அவள் வாட்ச் பண்ணா. வாயில் புகையில போட்டுக்கிறது, இல்லை ஹேண்ட்ஸ் மாதிரி பான்பராக மாதிரி போட்டுக்கிறது, இல்லை കുടിക്കരുത്. അപ്പോൾ இப்படியெல்லாம் பட்ட கேஸுகளாக்கும் சுவாமி இழகிறாന്നുള്ള இந்த பக்த ஜனங்களுக்கு போத்தியமாச்சு. അപ്പോൾ அவளൊന്നും அந்த സെക്ഷനൊക്കെ പോലെ இந்த மாதிரி சுவாமி இழகிற சமயத்தில் அந்த சமயத்தில் அது கிட்டக்கே போலேன்னு அர்த்தம். இவரோட காட்டிக்கூட்டாயமெல்லாம் அவளோட வேஷமெல்லாம் இந்த ஃப்ராடு சுவாமியோட வேஷத்தில் இருக்கிற அந்த ஃப்ராடு வந்து காட்டுறதெல்லாம் அவளுக்கு பிடிக்கலை. അപ്പോൾ എല്ലാവരും അതിലേ ഒരു ഗ്രാമത്തിലെ ആളിങ്ങനെ അതായത് സ്വാമി ഇളകറപ്പെട്ടവൻ്റെ നമ്മൾ വീഡിയോ பார்த்தவன் கிட்டக்க போய் சொன்னானாம். பிரசாத் வாத்தியார் இப்படி ஒரு வீடியோ போட்டிருக்கா சுவாமி வரவு எழுதிட்டொரு எபிசோடில். நீ பார்த்தியா, நீ எதுக்காக சுவாமி இழகிற எழுதி கேட்டாராம் அந்த சுவாமி இழகப்பட்டவன்ட்ட. இப்போ சுவாமி இழகப்பட்டவன் உடனே சொன்னானாம், இந்த கிராமத்தில் என்னை ஆരും மதிக்கிறதே இல்லை. அட்லீஸ்ட் இன்னைக்காவது வந்து என் காலில் வந்து விழட்டும் ഓരോരുത്തർ. അതായത് ശാസ്താപ്രതി എന്നൊക്കെ ഞാൻ സ്വാമി ഇളകുവനെ അത് കണ്ടിട്ട് എന്നോട് കാലിൽ വന്ന് വീഴുവനെ. എന്നെ ഗ്രാമത്തിലെ സാരം മതിக்கிறதே இல்லை, എനിക്ക് മതിപ്പേ ഇല്ലേ. അപ്പോൾ ഇന്നൊക്കെ കാലിൽ വന്ന് വീഴുവനെ എന്നാക്കും അവൻ ചൊല്ലറാന്നർത്ഥം. அந்த சுவாமி இழகப்பட்டவன் கூடையுள்ளவன்ட்டு சொல்கிறானா. அப்படி இருக்குது காரியங்களெல்லாம். இதெல்லாம் ரொம்ப மோசமாக இருக்குது காண்றதெல்லாம். இதெல்லாம் ரொம்ப மோசமான കാര്യങ്ങളാകും இப்படியெல்லாம் செய்கிறது. இப்போது തൃശ്ശൂരിലെ ഒരിടത്തിൽ ഒരു സമൂഹത്തിൽ കാശ് കൊടുത്ത് അന്തം കൊടുത്ത് സ്വാമി ഇളകപ്പെട്ടവനെ കൂട്ടിയിട്ട് വരാം. അവൻ ഗജ ഫ്രോഡ് തന്നെ ഫ്രോഡ് നമ്പർ വൺ ഫ്രോഡാക്കും. അപ്പോൾ അവൻ വന്ന് പേരും കള്ളനാക്കും. അപ്പോൾ അവനെ വന്ന് കാശ് കൊടുത്ത് 3000 രൂപ. അപ്പോൾ അവൻ സ്വാമി ഇളകപ്പെട്ടവൻ ചൊല്ലാനാ, എനിക്ക് 3000 രൂപ തരുവ, അതിനാലേക്ക് ഞാൻ இந்த சாஸ்தாபிரதிக்கு வந்து சுவாமி இழகிறேன். അപ്പോൾ இப்படியெல்லாம் ஜனங்களை தயவு செய்து ஏமாத்தாங்கோ. சாஸ்தாபிரதி கமிட்டிக்காரெல்லாம் ரொம்ப ஜனங்களை பറ്റിக்காக்கிருங்கோ. நீங்கள் வாங்குற காசு அது ശരിക്കും அது ഭഗവാനുക്ക് വിനിയോഗിங்கோ. இப்படிയൊന്നും കാട്ടിക്കൂട്ട ഷോ ഇതെല്ലാം കാട്ടി ജനങ്ങളെ ഏമാത്താങ്കോ. ജനങ്ങളെ ഇനി വിശ്വസിക്ക മാട്ടാ. പഴയ കാലത്തിലെല്ലാം വിശ്വസിച്ചിരുന്നാ. ഇനിയെല്ലാം നിങ്ങൾ ഇതെല്ലാം കാട്ടിക്കഴിഞ്ഞാൽ അത് കോവിലേക്ക് ആൾ വര മാട്ടാ. നിങ്ങൾ പാരുങ്കൊള്ളാൻ പഴയ തലമുറയിൽ ഇരുന്ന അന്ത ഇതെല്ലാം ഇപ്പോൾ വരുന്നത് ഉള്ള ന്യൂ ജനറേഷൻ വന്ന് എല്ലാം മനസ്സിലാക്കപ്പെട്ടവളാകും. കൃത്യമായ കാര്യമാണ് അവൾക്ക് ചൊന്നാൽ മനസ്സിലാകും. അവ വരവും ചെയ്യുക എല്ലാ ശാസ്ത്രപ്രതിയാനാലും എന്നെ ഇതാനാലും. അപ്പോൾ ഇപ്പടിയെല്ലാം ആളെ കാശ് കൊടുത്ത ആളെ കൂട്ടിയിട്ട് വരുന്നത് ശാസ്ത്രപ്രതിക്ക് വന്ന് ഹായ് ഹുയ് ഇതിൽ ലഹള ഉണ്ടാക്കുന്നത്, ഇളനീരെ തട്ടുന്നത്. ശാസ്ത്രപ്രതിക്ക് എല്ലാപ്പോഴും കഴിച്ചാൽ പാത്രികളോ ഒരു ഇളനീരെ കുടിക്കലുണ്ട്. ഇതേ പേരും ഫ്രോഡാക്കും. അപ്പോൾ ഇതെല്ലാം തെറ്റാന കാര്യമാക്കും. അത് കഴിഞ്ഞാൽ അവൻ കാലിൽ പോയി വിടുന്ന അവനക്കൊരു വിഭൂതിയെ വിട്ടിട്ട് നിൻ്റെ കാര്യമൊക്കെ ശരിയാകും കേട്ടോ. ഇത് മാത്രം എന്തൊരു ഡയലോഗ് താൻ എല്ലാ ശാസ്ത്രാവും ചൊല്ലുക. നീ ഉടനെ പാത്തുന്നോ നിൻ്റെ കാര്യമൊക്കെ இந்த ഏറ്റവും വലിയ തമാശ തന്നെ എന്താ ശാസ്ത്ര ഇളകറാനെ സ്വാമി ഇളകറാനെ അവനക്ക് ചാപ്പാട് കൂടി വകയിരിക്കാത്. അവൻ വെറും പിച്ചക്കാരനായിരിക്കും. നീ ഉടനെ അന്വേഷിച്ചുണ്ടോ അവൻ വന്ന് വെറും അവൻ്റെ എന്നിലുവാ
ധനമോ ഒന്നുമേ இருக்காது, ധനമോ ധാന്യമോ ഒന്നുമേ இருக்காது. അവൻ വെറും ഒരു ലോ ഇതിൽ ജീവിക്കപ്പെട്ടവനായിരിക്കും. അവനാക്കും ഇനിയൊരുത്തർക്ക് ഉനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വരും ചൊല്ലാൻ. ആദ്യം ഇവൻ നന്നായിരുന്നാൽ തന്നെ അടുത്തവനക്ക് ചൊല്ലാൻ പറ്റും. ഇപ്പടിയെല്ലാം നടക്കാതെ ഇപ്പടിയെല്ലാം ചേർത്ത് തെറ്റായ കാര്യമാക്കും. അതാണ് ഇന്നത്തെ കാലത്തുള്ള ഒരു ആചാരം.